ട്രൂലി ട്രഡീഷണൽ മിസ് മലബാർ 2022 ബ്യൂട്ടി പേജന്റിൽ കിരീടം ചൂടി കോഴിക്കോട് ഫറോക്ക് സ്വദേശി റോസ്മിൻ തടത്തിൽ. ഒക്ടോബർ 3, 4, 5 തീയതികളിൽ അത്തോളി ലക്ഷ്മോർ കൺവെൻഷൻ സെന്ററിലായിരുന്നു ഗ്രാൻഡ് ഫിനാലെ. മത്സരാർത്ഥികളുടെ വ്യക്തിത്വം, ആത്മവിശ്വാസം, ബുദ്ധി, കാര്യശേഷി എന്നിവയുൾപ്പെടെ വിലയിരുത്തുന്ന 3 റൗണ്ടുകളായിരുന്നു മത്സരം. ലാവണ്യ, ഐശ്വര്യ, നീലിമ എന്നിവർ യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങൾ നേടി. പേജന്റിന്റെ 2018 ജേതാവ് അഖില മോഹൻ, സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ റെജി ഭാസ്കർ, സരിത രവീന്ദ്രനാഥ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. 17 മത്സരാർത്ഥികൾ. ഇവർക്ക് ദാലു കൃഷ്ണദാസ്, ദേവപ്രിയ എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രൂമിംഗ് നൽകി. ശ്രീകുമാറാണ് ഷോ ഡയറക്ടർ. മോഡലിംഗിൽ സജീവമാണെങ്കിലും ആദ്യമായാണ് റോസ്മിൻ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ടാലന്റ് റൗണ്ടിൽ മോണോ ആക്ടാണ് അവതരിപ്പിച്ചത്. ഇതിലൂടെ മിസ് ടാലന്റ് സബ് ടൈറ്റിലും കിട്ടി. ആദ്യ പേജന്റിൽ തന്നെ വിജയിക്കാനായത് ഇരട്ടി സന്തോഷം നൽകുന്നു. മികച്ച സൗഹൃദാന്തരീക്ഷമാണ് മത്സരത്തിൽ ഉടനീളം നിലനിന്നത്. ഒന്നിനൊന്ന് മികച്ചവരായിരുന്നു ഓരോ മത്സരാർത്ഥി. ഞങ്ങൾക്ക് ലഭിച്ച ഗ്രൂമിങ്ങും എടുത്തു പറയേണ്ടതാണ്. ഷോയിൽ പങ്കെടുക്കാനായത് ഭാഗ്യമായി കരുതുന്നു. പിന്തുണച്ച എല്ലാവർക്കും നന്ദി, റോസ്മിൻ പറഞ്ഞു. ഗുരുവായൂർ കോളേജിൽ നിന്നും BSc മാത്സിൽ ബിരുദം പൂർത്തിയാക്കിയ റോസ്മിൻ സൂപ്പർ താരം രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2-ൽ ബോളിവുഡ് താരം ഋതിക് റോഷൻ അതിഥി വേഷത്തിൽ എത്തുന്നു. നേരത്തെ ഷാറുഖ് ഖാൻ ചെയ്യാനിരുന്ന വേഷത്തിലാണ് ഇപ്പോൾ ഋതിക് റോഷൻ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വരാനിരിക്കുന്ന കിങ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമാണ് ഷാറുഖ് ഖാൻ ജയിലറിൽ നിന്നും പിന്മാറിയതെന്നാണ് വിവരം. ഇതോടെ ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം ഋതിക് റോഷനും രജനീകാന്തും വീണ്ടും ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും ജയിലറിന് ലഭിക്കും. 1986 പുറത്തിറങ്ങിയ ഭഗവാൻ ദാദ എന്ന ചിത്രത്തിൽ ബാലതാരമായ ഋതിക് റോഷൻ രജനീകാന്തിനൊപ്പം അഭിനയിച്ചിരുന്നു. ജയിലർ 2-ൽ വളരെ ശക്തമായൊരു അതിഥി വേഷമായിരിക്കും ഋതിക് റോഷൻ ചെയ്യുക എന്നാണ് ചിത്രത്തോട് അടുത്തുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കഥയിലെ പ്രതിസന്ധി ഘട്ടത്തിൽ രജനീകാന്തിന്റെ കഥാപാത്രത്തെ സഹായിക്കാനെത്തുന്ന സുഹൃത്തിന്റെ വേഷമാണ് ഋതിക് അവതരിപ്പിക്കുന്നത്. ജൂൺ